ലോകത്തിലെ ഏറ്റവും മികച്ച കുടിയേറ്റ സൗഹൃദ രാഷ്ട്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഓസ്ട്രേലിയ തങ്ങളുടെ അതിർത്തികൾക്കും നിയമങ്ങൾക്കും ചുറ്റും പുതിയ വേലിക്കെട്ടുകൾ നിർമ്മിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ആന്തരിക സുരക്ഷയും സാമൂഹ്യ സ്ഥിരതയും മുൻനിർത്തി ലേബർ പാർട്ടി സർക്കാർ കുടിയേറ്റ നിയമങ്ങളിൽ വരുത്തുന്ന ഭേദഗതികൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി കുടിയേറ്റക്കാരോടും അഭയാർത്ഥികളോടും കൂടുതൽ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നവരാണ് മധ്യ ഇടതുപക്ഷ കക്ഷിയായ ലേബർ പാർട്ടി. എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ലോകത്തെ മാറുന്ന യുദ്ധ സാഹചര്യങ്ങളും അവരെ കർക്കശമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. കുടിയേറ്റ സംവിധാനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും നിലനിർത്തുക എന്നതാണ് പുതിയ ഭേദഗതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് സിറ്റിസൺഷിപ്പ് മന്ത്രി ജൂലിയൻ ഹിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും തൊഴിൽ മേഖലയ്ക്കും താങ്ങാൻ കഴിയുന്നതിലപ്പുറം കുടിയേറ്റം അനുവദിക്കുന്നത് ജനരോക്ഷത്തിന് കാരണമാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ ഭേദഗതി പ്രകാരം ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പിന് ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ അപേക്ഷകൾ നിരസിക്കാനും വിസ ലഭിച്ചവർക്ക് രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിക്കാനും കൂടുതൽ അധികാരം ലഭിക്കും. പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. വിനോദസഞ്ചാരത്തിനോ ചെറിയ കാല ആവശ്യങ്ങൾക്കോ വേണ്ടി എത്തുന്നവർ അത് ദുരുപയോഗം ചെയ്ത് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നത് തടയും. ഒരു രാജ്യത്തെ സാഹചര്യം പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആ രാജ്യത്ത് നിന്നുള്ള വിസ ഉടമകളെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കും. താൽക്കാലിക വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം അവിടെ അഭയം തേടുന്നത് ഒരു തന്ത്രമായി പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് തടയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നിയമം അവതരിപ്പിക്കപ്പെട്ട സമയവും അതിനു പിന്നിലെ രാഷ്ട്രീയവും ഏറെ ശ്രദ്ധേയമാണ്. മത്സരവേദിയിൽ ദേശീയഗാനം പാടാൻ വിസമ്മതിച്ച് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച 5 ഇറാനിയൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി ടോണി ബുർക്ക് അഭയം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഓസ്ട്രേലിയ സ്വീകരിച്ച ഒരു മാനുഷിക നിലപാടായിരുന്നു അത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ജൂലിയൻ ഹിൽ കുടിയേറ്റ നിയന്ത്രണ നിയമങ്ങൾ അവതരിപ്പിച്ചത്. ഒരു വശത്ത് രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്നവർക്ക് അഭയം നൽകുകയും മറുവശത്ത് അതേ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഈ രീതി ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമണം ആരംഭിക്കാൻ ഇടയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയയെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഗാർഡിയൻ ഓസ്ട്രേലിയൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എംപിമാർക്ക് നൽകിയ വിശദീകരണക്കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം പ്രത്യേകമായി പരാമർശിക്കുന്നുമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വിസ ലഭിച്ച ഇറാനിയൻ വിനോദസഞ്ചാരികളെ ഓസ്ട്രേലിയ സന്ദർശിക്കുന്നതിൽ നിന്ന് തടയാൻ ഈ ഭേദഗതി സഹായിക്കും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഓസ്ട്രേലിയയിൽ നിന്നും മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുമെന്നും അത് രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക സാമൂഹിക ബാധ്യതയാകുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മധ്യപൂർവ്വ മേഖലയിലെ സംഭവഗതികൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ മുൻകൂട്ടി ലഭിച്ച വിസകൾക്ക് പോലും ഇനി ഗ്യാരണ്ടി ഉണ്ടാവില്ല. പുതിയ ഭേദഗതികൾ വരുന്നതോടെ പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന സൂചനയും കുറിപ്പിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ അപേക്ഷകൾ അതീവ ജാഗ്രതയോടെ മാത്രമേ പരിശോധിക്കൂ. വിസ നൽകുന്നതിന് മുമ്പ് അപേക്ഷകന് തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ കൃത്യമായ കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ലേബർ പാർട്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ കാണുന്നവരുമുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രതിപക്ഷ കക്ഷികൾ പലപ്പോഴും ലേബർ പാർട്ടിക്കെതിരെ കുടിയേറ്റ നയങ്ങളിൽ അയഞ്ഞ സമീപനവും സ്വീകരിക്കുന്നുവെന്ന ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കാനാണ് ആന്റണി അൽബനീസിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ ജനസംഖ്യാ വർധനവ് വീട്ടുവാടക വർധനവിനും മറ്റ് ജീവിത ചെലവുകൾക്കും കാരണമാകുന്നു എന്നൊരു പൊതുവികാരം ഓസ്ട്രേലിയയിലുണ്ട്. കുടിയേറ്റം കുറയ്ക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ കുടിയേറ്റ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ വാതിലുകൾ അടയ്ക്കുന്നത് ഓസ്ട്രേലിയയുടെ പാരമ്പര്യത്തിന് നിരക്കാത്തതാണെന്ന് അവർ വാദിക്കുന്നു. വിസ നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നത് വംശീയമായ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നയം ഇനി മുതൽ തിരഞ്ഞെടുത്തുള്ള നിയന്ത്രണങ്ങൾ എന്ന രീതിയിലേക്ക് മാറുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന അസ്ഥിരതയിൽ നിന്നും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനാണ് ലേബർ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഭേദഗതി പാർലമെന്റ് അംഗീകരിക്കുന്നതോടെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓസ്ട്രേലിയൻ വിസ ലഭിക്കുന്നത് ഹിമാലയം കടക്കുന്നതിനേക്കാൾ കഠിനമാകും. കുടിയേറ്റ സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അത് ആയിരക്കണക്കിന് സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയും കുടുംബാംഗങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നവരെയും ബാധിക്കും. അതിൽ തർക്കമില്ല. വരും മാസങ്ങളിൽ ഓസ്ട്രേലിയൻ അതിർത്തികളിൽ നടക്കുന്ന കർശനമായ വിസ പരിശോധനകൾ ഈ നയത്തിന്റെ തീവ്രത ലോകത്തിന് കാണിച്ചു കൊടുക്കും.